ഇന്ന് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശിയാണ്. ഏകാദശികളിൽ ഏറ്റവും പ്രധാനമാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി. ഈ ഏകാദശിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അവൽ കഴിച്ച് കുചേലനെ കൃഷ്ണൻ അനുഗ്രഹിച്ച ഏകാദശിയും, അതായത് ആ ദിവസവും ഇന്ന് ആണ് എന്നാണ് വിശ്വാസം. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് പ്രധാനമായും വിഷ്ണു സായുജ്യം ലഭിക്കാൻ വേണ്ടിയാണ്. തലേദിവസം ഒരിക്കലോടെ വ്രതം ആരംഭിക്കണം. എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല. ഏകാദശി ദിവസം ഉപവസിക്കണം. പകലുറക്കം പാടില്ല. അരിയാഹാരം പാടില്ല. പാരണ അഥവാ തുളസിയിലയും മലരും ചന്ദനവും ഇട്ട വെള്ളം, ആ വെള്ളത്തോടുകൂടി, അതായത് പാരണയോടുകൂടി വ്രതം പൂർത്തീകരിക്കണം. പൂർണ്ണമായും സാധിക്കാത്തവർക്ക് ഒരു നേരം പഴങ്ങൾ കഴിക്കാം. എങ്ങനെയാണ് അതിൻ്റെ ചിട്ടകൾ? ഏകാദശി ദശമിയും കൂടി വരുന്ന ദിവസം വ്രതം അനുഷ്ഠിക്കാൻ പാടില്ല. ഏകാദശികളിൽ പ്രധാനം സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശിയാണ്. അവൽ കഴിച്ച് കുചേലനെ കൃഷ്ണൻ അനുഗ്രഹിച്ചതും ഈ ദിവസമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ധനുമാസത്തിലെ ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശി. വ്യാഴഗ്രഹപ്രീതി വരുത്താനും വ്യാഴദശാകാലം മെച്ചപ്പെടാനും ഈ വ്രതം അനുഷ്ഠിക്കാം. സന്താനഭാഗ്യം, ആയുരാരോഗ്യ സൗഖ്യം, ശത്രുനാശം, കുടുംബസുഖം എന്നിവ ഈ വ്രതം എടുത്താൽ ലഭിക്കുമെന്നും വിശ്വാസമുണ്ട്. ഗുരുവായൂരിലും തൃപ്രയാറിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും മറ്റ് പ്രമുഖ വിഷ്ണു ക്ഷേത്രങ്ങളിലും എല്ലാം ഈ ദിവസം വളരെയധികം വിശേഷമായി കൊണ്ടാടുന്ന ഒന്നാണ്. മേൽപ്പത്തൂർ ഭട്ടതിരി നാരായണീയം എഴുതി ക്ഷേത്രത്തിൽ സമർപ്പിച്ചതും വൈകുണ്ഠ ഏകാദശി ദിവസമാണ് എന്നാണ് വിശ്വാസം. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് നഷ്ടപ്പെട്ട ശബ്ദം തിരിച്ചു കിട്ടിയതും ഈ ദിവസമാണ് എന്നാണ് വിശ്വാസം. ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവത്ഗീതയും ഭാഗവതവും വായിക്കുകയും വേണം. വിഷ്ണു സഹസ്രനാമം, നാരായണ മന്ത്രം ഇവ ജപിക്കാം. ഇതെല്ലാം നല്ലതാണ്. ഭഗവാന് തുളസിമാല, വെണ്ണ നിവേദ്യം, കദളിപ്പഴം തുടങ്ങിയവ സമർപ്പിക്കുന്നതും ഉത്തമമാണ്. കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങൾ പോലും ഈ വ്രതമെടുത്താൽ തീരും എന്നാണ് മറ്റൊരു വിശ്വാസം. ഏകാദശികളിൽ പരമപവിത്രമായ സ്ഥാനമാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശിക്കുള്ളത്. ധനുമാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി എന്ന് അറിയപ്പെടുന്നത്. കൃഷ്ണൻ സഹപാഠിയായിരുന്ന കുചേലനെ കുബേരനാക്കിയ ദിനമാണ് സ്വർഗവാതിൽ അഥവാ വൈകുണ്ഠ ഏകാദശി എന്നാണ് മറ്റൊരു ഐതിഹ്യം. പുരാണ കഥകൾ അനുസരിച്ച് ഏകാദശി എന്ന് പറയുന്നത് ഒരു ദേവിയാണ്. ഏകാദശി ദേവി. ഈ ദേവി വിഷ്ണുവിൽ നിന്നും ഉത്ഭവിച്ചതാണെന്നാണ് വിശ്വാസം. ബ്രഹ്മദേവൻ സൃഷ്ടിച്ച അസുരനാണ് താലജംഘൻ. അദ്ദേഹത്തിന്റെ മകൻ മുരൻ. ഇരുവരും ചന്ദ്രാവതിപുരിയിലായിരുന്നു താമസം. അവർ ഇന്ദ്രലോകം ആക്രമിക്കുകയും ദേവേന്ദ്രസ്ഥാനം തട്ടിയെടുക്കുകയും ചെയ്തപ്പോൾ ദേവന്മാർ മഹാദേവനെ ശരണം പ്രാപിച്ചു. മഹാദേവനാവട്ടെ അവരെ വിഷ്ണുവിന്റെ അടുത്തേക്ക് അയച്ചു. ദേവന്മാർ വിഷ്ണുവിനോട് സങ്കടം ഉണർത്തിച്ചപ്പോൾ വിഷ്ണുവിൽ നിന്ന് സുന്ദരിയും അതീവ ശക്തിശാലിനിയുമായ ഒരു ദേവി ഉദ്ഭവിച്ചു. അന്ന് ഏകാദശി ദിവസം ആയതുകൊണ്ട് ദേവിക്ക് ഏകാദശി ദേവി എന്ന് പേരിടുകയും ചെയ്തു. ദേവി മുരനെ നേരിടുകയും വധിക്കുകയും ചെയ്തു. വിഷ്ണുവിന് സന്തോഷം. എന്താണ് വരം വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ സ്വന്തം പേരിൽ ഒരു വ്രതം ഉണ്ടാവണമെന്നും അത് എല്ലാ വ്രതങ്ങളിലും ശ്രേഷ്ഠമായിരിക്കണമെന്നും അത് അനുഷ്ഠിക്കാത്തവർക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും ദേവി ആവശ്യപ്പെട്ടു. വിഷ്ണു അത് സമ്മതിച്ചു. അങ്ങനെയാണ് ഏകാദശി വ്രതം ഉണ്ടായത് എന്നാണ് വിശ്വാസം. വിഷ്ണുവിൽ നിന്ന് ഉത്ഭവിച്ച ദേവി മുരനെ കൊന്നതുകൊണ്ട് വിഷ്ണുവിന് മുരാരി എന്ന പേരും ഉണ്ടായി. ഗുരുവായൂരിൽ സ്വർഗവാതിൽ ഏകാദശി വളരെ വിപുലമായും ഭക്തി നിർഭരമായുമാണ് അനുഷ്ഠിക്കുന്നത്. സ്വർഗവാതിൽ ഏകാദശി ദിവസം തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ശ്രീകോവിലിനകത്തുള്ള ഒരു വാതിൽ സ്വർഗവാതിലായി കണക്കാക്കി പ്രത്യേക പൂജകൾ നടക്കും. തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ രാത്രി ശിവേലി നടക്കും. ഈ ശിവേലിയിൽ ഭഗവാനെ ഇറക്കി എഴുന്നള്ളിക്കുകയും ചെയ്യും. ഈ ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ക്ഷേത്രത്തിലെ ഒരു നടയിലൂടെ കയറി മറ്റൊരു നടയിലൂടെ പുറത്തിറങ്ങുകയും ചെയ്യുന്നത് സ്വർഗത്തിൽ എത്തിയ പുണ്യം ലഭിക്കും എന്നാണ് വിശ്വാസം. എന്തായാലും ഈ ഏകാദശി ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നവരെല്ലാം എല്ലാ പുണ്യങ്ങളും അവർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണമായും ഉപവസിക്കണം എന്നാണ് ഉള്ളത്. പക്ഷേ അതിന് സാധിക്കാത്തവർക്ക് ഒരു നേരം പഴങ്ങൾ മാത്രം കഴിച്ചും വ്രതം അനുഷ്ഠിക്കാം. എല്ലാ പുണ്യവും നൽകുന്ന ദിവസം തന്നെയാണ് ഏകാദശി വ്രത അനുഷ്ഠാനങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.